എന്താ കുഞ്ഞാലി, സുഖം തന്നെയല്ലേ? അതേ പറയണേ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? വടക്കേ പറമ്പിലെ പൂട്ടിക്കിടക്കുന്ന വീട് വാടക കൊടുക്കുന്നുണ്ടോന്ന് അറിയാൻ വന്നതാ. അല്ല, മുമ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ. കൊള്ളാവുന്നവര് വല്ലതും വന്നാൽ കൊടുക്കാമെന്നുണ്ടായിരുന്നു. വീടും പരിസരമെങ്കിലും വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അല്ലാതെ വാടക കിട്ടിയിട്ടിപ്പോ വലിയ അല്ല, അതെനിക്കറിയാം. എന്നാലും നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. പട്ടാളത്തുനിന്ന് വിരിഞ്ഞൊരു വയസ്സനും അയാളെ ചെറിയ മോളുവാ. അയാളെന്തിനാ ഇവിടെ വന്ന് താമസിക്കണേ? വയസ്സൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുദ്ധമായി ശ്വസിക്കണം എന്നൊരു ആഗ്രഹം. ഇന്റെ ഒരു ബന്ധുവിനോട് അറിയിച്ചാണ് ഈ ആഗ്രഹം. അവർക്ക് സ്വന്തം നാട് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ബന്ധുക്കളോ ഒന്നുമില്ല. വാടകയും കൃത്യമായിട്ട് കിട്ടുവേ. നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ ഞാൻ മാത്രം തീരുമാനിച്ചോണ്ടായില്ലല്ലോ, ചന്തപ്പനോടും കൂടെ ചോദിക്കണം. ഓ, അത് ഞാൻ ചോദിച്ചോളാം. ചാത്തുക്കുട്ടിക്ക് സമ്മതാണെങ്കിൽ എനിക്ക് സമ്മതം. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും പിന്നെ അവരെ നന്നായിട്ട് അറിയാലോ. ഓ, അറിയാം. അവരൊരു കുഴപ്പത്തിനും വരുന്ന ആളുകളല്ല. കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്റെ സ്വഭാവം കുഞ്ഞാലിക്ക് അറിയാലോ. അവരെന്നാ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞേ? അവര് അടുത്ത ആഴ്ച വന്നോട്ടല്ലേ? അടുത്ത ആഴ്ച വന്നോട്ടെ. സുഖാണോ കുഞ്ഞാലിക്ക? ഇതിലും വലിയ സുഖം എന്താ പാട്ട്? എന്താ പറഞ്ഞേ? അല്ല, മറ്റേ നിന്റെ പേരെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് കിട്ടി. എന്താ ലോറിയിൽ വന്ന്? അതെന്താ ലോറി വന്ന പോലെ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടോ എന്റെ അമ്മോ, ഇതിന്ന് എനിക്ക് ഇറങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞതാ ഒരു കാറ് വിളിക്കാൻ. ഈ ലോറിയേലിരുന്ന് എന്റെ നടുവൊടിഞ്ഞു. കാർ വിളിക്കാത്തോണ്ട് ഇപ്പൊ എത്ര രൂപ ലാഭം എന്നറിയോ? ഒരു 250 രൂപ. അതുകൊണ്ട് മുത്തശ്ശിനി മാസം പുകയില, മുറുക്കാൻ, പിന്നെ അല്ലറ ചില്ലറ ആവശ്യങ്ങൾ ഒക്കെ നടക്കില്ലേ? ഈ പെണ്ണിന്റെ ഒരു വീശിക്ക് കുഞ്ഞാലിക്ക, ഈ സാധനങ്ങളൊക്കെ നിറക്കണല്ലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തുതരാം, നിങ്ങൾ വരും. വാ മുത്തശ്ശ. ഇവിടെ നിറച്ചും പൊടിയാണല്ലോ. അതിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിലും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്താൽ നന്നാവും. അതൊക്കെ ഇനി കണ്ടറിയണം. മുത്തശ്ശൻ വാ, നമുക്ക് മുകളിലൊക്കെ ഒന്ന് കേറി നോക്കാം. എന്റെ പൊന്നു മക്കളെ, മുത്തച്ഛനെ കൊണ്ട് വയ്യ. ലോറിയിൽ ഇരുന്ന് തന്നെ ഞാൻ മടുത്തു. മക്കള് പോയി നോക്കുവോ, എന്താന്ന് വെച്ചൊക്കെ ചെയ്തു. ശരി. കാട്ടുകുച്ചിയോ പക്കാരോ ഒക്കെ കാണും. ഇവിടെ ഞങ്ങൾ എങ്ങനെ താമസിക്കും കുഞ്ഞാലിക്ക? ഒക്കെ നമ്മൾ ശരിയാക്കി തരാന്ന് പറഞ്ഞാ പോരാ, ശരിയാക്കണം. ആദ്യം പൊടി മാറാലൊക്കെ ഒന്ന് മാറ്റി ആകെ ഒന്ന് പെയിന്റ് അടിക്കണം. അല്ലോ, പെയിന്റ് അടിക്കണമെങ്കിൽ അവർ അനുവാദം വാങ്ങണം. ആരുടെ? തമ്പുരാക്കന്മാരെ. തമ്പുരാക്കന്മാരുടെയോ? അതേന്ന്, ആലഞ്ചേരി തമ്പുരാക്കന്മാരെ. അവരത്തല്ലേ വീട്. ഓ, അത് ശരി. ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരോടും കൂടി ഒന്ന് ചോദിക്കണം. ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. ചോദിച്ചാൽ എന്തും ചെയ്തു തരുന്നവരാണ് തമ്പുരാക്കന്മാര്. എന്തും എന്തും അള്ളാനെ. കാക്കായി, എന്നാ പതിവ് പോലൊക്കെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ. എന്തായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരൊന്ന് നേരിട്ട് കാണുന്നത് നല്ലതാ. അതാണ് എന്റെ ശരി. നോക്കിയേ, ഒരു പെൺകുട്ടിയില്ലേ വരുന്നത്? നിർത്തുക, നിർത്തുക, നിർത്തുക. അകത്ത് പോ. അപ്പൊ സാധകം അത് ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ വന്നാ മതി. നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞങ്ങള് വടക്കേ പറമ്പിലെ പുതിയ. എനിക്ക് ആദ്യം പിടിയിട്ടില്ല. ഇരിക്കുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വടക്കേ പറമ്പിലെ താമസക്കാരാ. ഇരിക്കുക. എന്താ പേര്? മുകുന്ദൻ മേനോൻ. ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. മോളുടെ പേരെന്താ? മീര. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഒരുപാട് സമയമുണ്ടല്ലോ, വാങ്ങിച്ചു കുടിച്ചോളാം. പട്ടാളത്തിലായിരുന്നുല്ലേ? അതെ, റിട്ടയർഡ് ആയിട്ട് കുറെ കൊല്ലങ്ങളായി. അപ്പൊ എവിടെയാ സ്വന്തം സ്ഥലം? പാലക്കാട്. ബന്ധുക്കളെന്ന് പറയാൻ ഇപ്പൊ അവിടെ ആരുമില്ല. അതാ ഇങ്ങനൊരു ഗ്രാമത്തിലോട്ട് കടന്നു കൂടിയത്.
ഇഷ്ടപ്പെട്ട കുറച്ച് ഭൂമി വാങ്ങി ശിഷ്ടകാലം ഇവിടെ തന്നെ കൂടണമെന്ന ആഗ്രഹം. അതേതായാലും നന്നായി. ഇത്രയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം കേൾക്കാൻ പോലും കിട്ടില്ല. അപ്പൊ ഇത് എന്റെ മോളുടെ മോളാ. ആ, മോള് മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ എനിക്കൊരു സഹായത്തിന് ആള് വേണമല്ലോ. അങ്ങനെ കൊച്ചുമോളുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുക. എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ പറഞ്ഞാ മതി. അത് വീടൊക്കെ വൃത്തിയുടെ കിടക്കുന്നു. ഒന്ന് പെയിന്റ് അടിച്ച് കൊള്ളായിരുന്നു. അതിനാളെ ഏർപ്പാടാക്കാം. അല്ല, ചന്തപ്പൻ ഗുരുക്കളെ കണ്ടിരുന്നോ? ഇല്ല. ആ, ഇവിടെ വന്ന് എന്നെ കണ്ട സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് പോണം. അതാ അതിന്റെ ഒരു ഓ, ആരാ? ഞാന് വെള്ളപൂശാൻ വന്നതാ. ഓ, പുറവശത്തേം തുടങ്ങിക്കോളൂ. ഇവിടെ അല്ല, അപ്പുറത്ത്. അപ്പുറത്ത് ഏത് പുറത്തുനിന്നായാലും ഇത് ഞാൻ ഏറ്റു. ഭാഗ്യം ആരും അറിഞ്ഞില്ല. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനും കൂടി അടിക്കട്ടടാ. എനിക്ക് കൂടി കൊടുത്തു. നീ ഇവിടെ കിടന്ന് വിളിച്ചു പോയി ആലഞ്ചേരിക്കാരുടെ മുഖത്ത് കരുവാരത്തേക്കത് ഈ ഭിത്തിയിലോട്ട് വെള്ളടിക്കാൻ നോക്കിന്റെ ഞാൻ ഇവിടെ അടിക്കാം. എന്നെ പറ്റിട്ട് എല്ലാവരും കൂടി ഇവിടെ കയറി കൂടിയതല്ലേ? ഇത്തവണ ഒരു പണി പഠിക്കും. എന്താപ്പാ ഇത്തടം വന്ന സ്ഥിതിക്ക് നമ്മുടെ വാടകക്കാരത് കണ്ടിട്ട് പോയാലോ? വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം. കൊള്ളാം. അയ്യോ മുത്തശ്ശ, അത് ആരാ വരണം നോക്കേ. സുഖം തന്നെയോ എന്നെ? സുഖം. അകത്തോട്ടിരിക്കാം. അല്ല, ഇരിക്കാനും സമയമില്ല. ഞങ്ങൾ വേറെ അത്യാവശ്യമായിട്ട് ഇറങ്ങിയതാ. ആ, കുട്ടി പറഞ്ഞ പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെള്ളം അടിക്കാനേ അവര് നാളെ ഇങ്ങെത്തും. അവര് വന്നല്ലോ. വന്നോ? അവര് 8-10 പണിക്കാരുണ്ട്. 10 പണിക്കാരോ? ആ, ചിലപ്പോ ഇനി കുഞ്ഞാലി പറഞ്ഞ അതാവും. അവന് ഞങ്ങളെ നന്നായിട്ട് അറിയാം. ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലേ ഉണ്ടാകാവുന്ന ഫലവും അവനറിയാം. അവരെവിടെ? അപ്പുറത്തുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കി വരാം. പോരാ. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എവിടെ പോവാ? വെളുപ്പിൽ വന്ന് അടിക്കുന്ന ഇത്തിരി മൂത്രം ഒഴിക്കണം. മാറ്റം കണ്ട് എന്റെ അമ്മേ, അച്ഛന്മാര് വന്നടാ. നിങ്ങൾ വീടിന് വെള്ളയടിക്കുകയാണോ അതോ പരസ്പരം വെള്ളയടിക്കുകയാണോ? അടിച്ചതല്ല, അടി പറ്റിയത്. അതെ, അത് പെയിന്റിങ്ങിന് അടിച്ചോണ്ടിരിക്കുമ്പോ അക്കത്തെ നല്ല ഇരട്ട വീട് വേണ്ട തമ്പ്രാക്കന്മാരെ. ആ, മറ്റുള്ളവർക്ക് അവിടെ പോയി. അവര് ചായ കുടിക്കാൻ പോയി തമ്പ്ര. എന്തായാലും വേഗം പണി തീർക്കുക. തമ്പ്രാക്കന്മാരെ അറിയാമല്ലോ. അത് പിന്നെ പറയണോ? ആ, പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാ മതി. അവിടുന്ന് തരും കൂലി. ആ, ഈശ്വര, ഇതിന് എന്ത് കൂലിയാണാവോ കിട്ടാൻ പോണത്? അല്ല, ഇവരെ രണ്ടുപേരെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞങ്ങള് ജനിച്ചിട്ട് ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതെ അതെ. എന്താ നിന്റെ പേര്? എന്റെ പേര് പാപ്പൂട്ടി. നിന്റെയോ? ഞാൻ ഊമ. ഊമയോ? ഊമല്ല, ഊമേശ്വരൻ. ആ, എന്നാ ഉമ്മയും വാപ്പയും കൂടെ വേഗം പണി തീർക്കുക. ശരി തമ്പ്രാക്കന്മാരെ. വരട്ടെ മോളെ. ശരി. വെളുക്കാൻ തേച്ചത് പാട്ടായി. പാട്ടായി അല്ല, പാണ്ടായി. പറഞ്ഞോലെ അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പിന്നെ അവരും വെള്ളപൂശാൻ വന്നതാണോ? വയസ്സ് തിരിച്ചു കിട്ടി. പോയി പോയി പോയിട്ടില്ല. ദേ ഇവിടെ ഉണ്ട്. തമ്പ്രാക്കന്മാര് പോയെന്ന് വെച്ചാ. ആ, നിങ്ങളിത് എവിടെ പോയിരുന്നു? ആ ആലഞ്ചേരിയിലെ തമ്പ്രാക്കളല്ലേ ഇപ്പൊ ഇവിടുന്ന് പോയത്? അതെ. ഞങ്ങൾ അവരെ കണ്ട് മുങ്ങിയതാ. അതെന്തിനാ മുങ്ങുന്നേ? കൊറേ നാളെ അവരുടെ തറവാടെന്ന് വെള്ളം അടിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതെന്താ? അതാ തമ്പ്രാക്കന്മാർ മഹാഭിശുക്കന്മാർ. അതെ, അവർ പണിയെടുത്ത കാശ് തരണ്ടേ? അത് ശരി. ഏതായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരെ കാണാറുന്ന നന്നായി. തമ്പ്രാക്കന്മാര് ഇവരെയും കാണാതിരുന്നത് വളരെ നന്നായി. വളരെ വളരെ നന്നായി.